Hello everyone, once again welcome back to my YouTube channel. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുന്ന പേഴ്സൺ നിങ്ങളെ ഒട്ടും സീരിയസ് ആയി എടുക്കുന്നില്ല. അതായത് എപ്പോൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അതൊന്നും ഒരു മുഖവിലയ്ക്ക് എടുക്കാത്ത രീതിയിലാണ് ട്രീറ്റ് ചെയ്യുന്നത്. എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അതത്ര സീരിയസ് അല്ല എന്ന രീതിയിലാണ് നിങ്ങളെ ട്രീറ്റ് ചെയ്യുന്നത് എന്നൊക്കെ ഉണ്ടെങ്കിൽ എങ്ങനെയാണ് നമുക്ക് ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷനെ അല്ലെങ്കിൽ ആ ഒരു ഇമേജ് തന്നെ എങ്ങനെയാണ് നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കുക എന്നുള്ളതിനെ കുറിച്ചാണ്. തീർച്ചയായിട്ടും പലപ്പോഴും നിങ്ങളെ സീരിയസ് ആയി എടുക്കാതെ ആയിട്ടുണ്ടെങ്കിൽ, അതായത് നിങ്ങൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും, ഒരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാലും അല്ലെങ്കിൽ നിങ്ങളുടെ ആക്ഷൻ ആണെങ്കിലും പൊതുവെ നിങ്ങളെ ട്രീറ്റ് ചെയ്യുന്നത് ഒട്ടും ഒരു സീരിയസ് അല്ലാത്ത പേഴ്സൺ എന്ന രീതിയിലാണെങ്കിൽ അതിന് പുറകിൽ പലപ്പോഴും ചെയ്യുന്ന ചില പ്രവൃത്തികളായിരിക്കാം അതിലേക്ക് ലീഡ് ചെയ്തിട്ടുണ്ടായിരിക്കുക. സോ ആ പ്രവൃത്തികൾ എന്താണ് എന്ന് മനസ്സിലാക്കുകയും അതിൻ്റെ കൂടെ തന്നെ എന്തൊക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കും അല്ലെങ്കിൽ എന്തൊക്കെ നമ്മൾ ചെയ്യാൻ പാടില്ല എന്നുള്ളത് കൂടി മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ ഒരു സിറ്റുവേഷനെ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. സോ എങ്ങനെയാണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തി അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയി കാണുന്ന ആ ഒരു പേഴ്സൺ നിങ്ങളെ സീരിയസ് ആയി കാണണം, അതായത് നിങ്ങളെയും വളരെ ബെറ്റർ ആയ ഒരു രീതിയിൽ ട്രീറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഏതെങ്കിലും രീതിയിലുള്ള ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനൊരു പ്രോപ്പർ ഗൈഡൻസ് വേണം, ആ റിലേഷൻഷിപ്പ് ഇഷ്യൂ സോൾവ് ചെയ്യണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സപ്പോർട്ടിന് വേണ്ടി ഞങ്ങളുടെ ടീം നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. എനിവേസ് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് റീസൺ, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തി നിങ്ങളെ ഒട്ടും സീരിയസ് ആയി ട്രീറ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ ഒന്നാമത്തെ റീസൺ ആയി പലപ്പോഴും വരുന്നത് നിങ്ങൾ എല്ലാ കാര്യങ്ങളും ഓവർ ഷെയർ ചെയ്യുന്നുണ്ടായിരിക്കാം. അതുപോലെ തന്നെ നിങ്ങളുടെ വാല്യൂസ്, നിങ്ങളുടെ ചിന്താഗതി, നിങ്ങളുടെ സ്റ്റാൻഡേർഡ്സ് ഇതെല്ലാം നിങ്ങൾ ജസ്റ്റിഫൈ ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ടായിരിക്കാം. ഇങ്ങനെ കൂടുതലായി എന്ത് കാര്യം ചെയ്യുമ്പോഴും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആശയം ഷെയർ ചെയ്യുന്ന സമയത്തും ഒക്കെ അത് കറക്റ്റ് ആണ് അല്ലെങ്കിൽ അത് ശരിയായ ഒരു തോട്ടാണ് എന്ന് ജസ്റ്റിഫൈ ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഒരുപാട് ഓവർ ഷെയർ ചെയ്യുന്നു, ഓവർ എക്സ്പ്ലെയിൻ ചെയ്യുന്നു, ഒരുപാട് എഫേർട്ട് എടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല എന്നുള്ളതാണ്. സോ പലപ്പോഴും നിങ്ങൾ ഒട്ടും സീരിയസ് അല്ലാത്തൊരു പേഴ്സൺ ആണ് അല്ലെങ്കിൽ വളരെ നിസ്സാരമായി നിങ്ങളെ ട്രീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു മിസ്റ്റേക്ക് നിങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കും. അതായത് നിങ്ങളുടെ ചിന്താഗതി, നിങ്ങൾ ആസ് എ പേഴ്സൺ എന്ന രീതിയിൽ നിങ്ങൾക്ക് ഒരുപാട് വാല്യൂസ്, നിങ്ങളുടേതായിട്ടുള്ള ഒരു തോട്ട് പാറ്റേൺ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരിക്കും. സോ അതെല്ലാം നിങ്ങൾ ശരിയാണ് എന്ന് സമർത്ഥിക്കാൻ വേണ്ടി ഒരുപാട് ജസ്റ്റിഫിക്കേഷൻ നടത്തുന്നുണ്ടെങ്കിൽ അത് ഒരു തരത്തിലുള്ള ഒരു ഓവർ ഷെയറിംഗ് ആണ്. ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതും ഒക്കെ അവിടെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ അതിൻ്റെ ആവശ്യമില്ല എന്നുള്ളതാണ്. സോ ഈ ഒരു മിസ്റ്റേക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ആ വ്യക്തി നിങ്ങളെ വളരെയധികം സീരിയസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ശരിയായ രീതിയിൽ നിങ്ങളെ ട്രീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ട കാര്യം ഇതാണ്. ഇനി രണ്ടാമത്തെ ഒരു റീസൺ ആണ് യു ആർ ടു അവൈലബിൾ. ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ വളരെയധികം ടു അവൈലബിൾ ആണ്. നിങ്ങളൊരു മെസ്സേജ് ചെയ്യുന്നു അല്ലെങ്കിൽ നിങ്ങളൊരു കോൾ ചെയ്യുന്നു അല്ലെങ്കിൽ നിങ്ങൾ മീറ്റ് ചെയ്യണമെന്ന് പറയുന്നു, ഇങ്ങനെ ഉണ്ടാകുന്ന സിറ്റുവേഷനിലെല്ലാം നിങ്ങൾ വളരെ ഇൻസ്റ്റൻ്റ് ആയിട്ട് വളരെ ക്വിക്കായിട്ട് റിപ്ലൈ നൽകുന്നുണ്ട്. മാത്രമല്ല എപ്പോൾ അവർ നിങ്ങളെ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾ ഫ്രീ ആണ്, നിങ്ങൾ അവൈലബിൾ ആണ്. ഒരു പക്ഷേ നിങ്ങളുടെ പല കാര്യങ്ങളും മാറ്റി വെച്ചുകൊണ്ട് പോസ്റ്റ്പോൺ ചെയ്തുകൊണ്ടൊക്കെ ആയിരിക്കാം നിങ്ങൾ അവർക്ക് വേണ്ടി ടൈം കണ്ടെത്തുന്നത്. പക്ഷേ അതൊരു ടു അവൈലബിൾ എന്ന രീതിയിലേക്ക് ആയി മാറുന്ന സമയത്ത് നിങ്ങളുടെ വാല്യൂ അവിടെ കുറയുകയാണ് ചെയ്യുക. മാത്രമല്ല ആ വ്യക്തിക്ക് നിങ്ങളോട് കൂടുതലായിട്ട് കണക്ട് ചെയ്യണം അല്ലെങ്കിൽ ഒരു അട്രാക്ഷൻ ബിൽഡ് ചെയ്യണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ പോലും അതിനുള്ളൊരു സ്പേസ് അവിടെ കിട്ടാതെയാവും. സോ സ്വാഭാവികമായിട്ടും ആ കണക്ഷൻ ബിൽഡ് ആവുകയല്ല ചെയ്യുന്നത്, മറിച്ച് നിങ്ങളിലേക്കുള്ള ആ ഒരു അട്രാക്ഷൻ അല്ലെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ആ ഒരു മിസ്റ്ററി കിൽ ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ടു അവൈലബിൾ ആകുന്ന ഒരു പേഴ്സൺ ആണെങ്കിൽ അവരയക്കുന്ന മെസ്സേജസിന് അല്ലെങ്കിൽ അവരുടെ ഫോൺ കോൾസിനൊക്കെ ക്വിക്കായിട്ട് വളരെ ഇൻസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾ റീപ്ലൈ കൊടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്നുകൂടി റീതിങ്ക് ചെയ്യുക. നിങ്ങൾ അവൈലബിൾ ആണെങ്കിൽ മാത്രം അവൈലബിൾ ആവുക. അതല്ല നിങ്ങൾ പ്രത്യേകിച്ച് മറ്റെന്തെങ്കിലും കാര്യത്തിൽ എൻഗേജ്ഡ് ആണ് അല്ലെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള ലൈഫിൽ നിങ്ങൾ എന്തെങ്കിലും കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക, അത് ചെയ്യുക എന്നുള്ളതാണ്. പലപ്പോഴും ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് നിങ്ങൾ ടു അവൈലബിൾ ആണ് എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടാകുന്നത് നിങ്ങളുടെ ലൈഫിൽ പ്രത്യേകിച്ച് നിങ്ങളൊന്നും ചെയ്യുന്നില്ല അല്ലെങ്കിൽ ഒരു രീതിയിലും ഒരു കാര്യവും നിങ്ങൾക്ക് ചെയ്യാനില്ല എന്ന തോന്നൽ നിങ്ങളുടെ പ്രവൃത്തിയിൽ നിന്നും റിഫ്ലക്റ്റ് ആകുമ്പോഴാണ്. സോ ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ടു അവൈലബിൾ ആണ് എന്നുണ്ടെങ്കിൽ ഈ കാര്യവും ഒന്നുകൂടി റീതിങ്ക് ചെയ്യുക. ചേഞ്ച് ചെയ്യണമെന്ന് തോന്നുന്ന കാര്യങ്ങൾ ചേഞ്ച് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുക. ഇനി മൂന്നാമതൊരു റീസൺ, ആ വ്യക്തി നിങ്ങളെ ഒട്ടും സീരിയസ് ആയി കാണുന്നില്ലെങ്കിൽ
എൻ്റെ റിലേഷൻഷിപ്പ് ലീഡ് ചെയ്യുന്നതിനുള്ള എല്ലാ എഫേർട്ടും നിങ്ങളായിരിക്കും എടുക്കുന്നുണ്ടായിരിക്കുക. കംപ്ലീറ്റ് എഫേർട്ട് അല്ലെങ്കിൽ എല്ലാ കാര്യത്തിനും ഇനീഷ്യേറ്റീവ് എടുക്കുന്നത് നിങ്ങളായിരിക്കാം. ഒരു പക്ഷേ പല ഡേറ്റ്സ് പ്ലാൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ അവരെ ഒന്ന് മീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, ഒരു ഫോൺ കോൾ അല്ലെങ്കിൽ മെസ്സേജസ്, കോൺവെർസേഷൻ, വാട്ടെവർ എന്തുമായിക്കൊള്ളട്ടെ, ഇതെല്ലാം മുൻകൈ എടുക്കുന്നത്, ഇതെല്ലാം ആവശ്യമുള്ളത് നിങ്ങളുടെ മാത്രമാണ് എന്ന രീതിയിലേക്ക് നിങ്ങളുടെ പ്രവൃത്തികൾ ആ ഒരു രീതിയിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അതാണ് നിങ്ങളെ ഒട്ടും സീരിയസ് ആയി ട്രീറ്റ് ചെയ്യാത്തതിൻ്റെ മറ്റൊരു റീസൺ. പലപ്പോഴും ഇങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് അതൊരു വൺ സൈഡഡ് റിലേഷൻഷിപ്പ് ആയ പോലെ ആയിരിക്കാം സ്വാഭാവികമായിട്ടും കൂടുതലായും എഫേർട്ട് എടുക്കുന്ന ഒരു വ്യക്തിക്ക് തോന്നുന്നുണ്ടായിരിക്കുക. ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയിൽ നിന്നും അത്തരത്തിലുള്ള യാതൊരുവിധ എഫേർട്ടും നിങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഒരുപാട് എഫേർട്ട് എടുക്കുന്നുണ്ടെങ്കിൽ അതിനാവശ്യമുണ്ടെന്ന് തോന്നുന്ന മാത്രം എഫേർട്ടിലേക്ക് അത് ചുരുക്കുക എന്നുള്ളതാണ്. അല്ലാത്ത പക്ഷം സ്വാഭാവികമായിട്ടും ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയെ കമ്മിറ്റഡ് ആക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ കമ്മിറ്റ്മെന്റിലേക്ക് അവരെ പ്രഷർ ചെയ്യുന്നത് പോലെ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ആവശ്യമാണ് ആ ഒരു കമ്മിറ്റ്മെന്റ് എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്ക് അവരെ എത്തിക്കുക എന്ന രീതിയിലായിരിക്കാം ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് തോന്നുന്നുണ്ടായിരിക്കുക. മാത്രമല്ല, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊരു എക്സോസ്റ്റഡ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് മാത്രമായിരിക്കും നിങ്ങൾക്ക് നൽകുക. സോ വൺ സൈഡഡ് ആയിട്ടാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ ഒരു എൻ്റെ റിലേഷൻഷിപ്പും ലീഡ് ചെയ്യുന്നതിനുള്ള കംപ്ലീറ്റ് എഫേർട്ടും നിങ്ങളുടെ ഭാഗത്തുനിന്നും മാത്രമാണ് എടുക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനെയാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അതും ഒന്നുകൂടി റീതിങ്ക് ചെയ്യുക. ചേഞ്ച് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ തീർച്ചയായും ചേഞ്ച് ചെയ്യുക. നെക്സ്റ്റ്, ആ വ്യക്തി നിങ്ങളെ ഒട്ടും സീരിയസ് ആയി ട്രീറ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അതിന് പ്രധാനമായും വരുന്ന മറ്റൊരു റീസൺ ആണ് ആ വ്യക്തിയുടെ ഇൻകൺസിസ്റ്റൻസി നിങ്ങൾ ഇഗ്നോർ ചെയ്യുന്നുണ്ട് എന്നുള്ളത്. അതായത് ആ വ്യക്തി പലപ്പോഴും നിങ്ങളുടെ ലൈഫിൽ എക്സിസ്റ്റ് ചെയ്യുന്നത് ഇൻകൺസിസ്റ്റന്റ് ആയിട്ടാണ്, അതായത് ഒരു സ്ഥിരതയില്ലാത്ത രീതിയിലായിരിക്കാം. ഒരു പക്ഷേ നിങ്ങൾ ആ ഒരു സ്ഥിരതയില്ലായ്മ കണ്ടിട്ടുണ്ടായിരിക്കാം, മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കാം. അവരിൽ പൊട്ടൻഷ്യൽ ഉണ്ട് എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് നിങ്ങൾ ഈ കാര്യം ഇഗ്നോർ ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ആ വ്യക്തി നിങ്ങളെ ശരിയായ രീതിയിലായിരിക്കില്ല ട്രീറ്റ് ചെയ്യുക. സോ ഹോട്ട് ആൻഡ് കോൾഡ് ബിഹേവിയർ ആണ് കാണിക്കുന്നത്. ഒരു ദിവസം വളരെയധികം സ്നേഹത്തോടെ പെരുമാറുന്നു, അല്ലെങ്കിൽ വളരെയധികം കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റിലാണ് സംസാരിക്കുന്നത്. പിറ്റേ ദിവസം അല്ലെങ്കിൽ പിന്നൊരു ദിവസം എടുക്കുന്ന സമയത്ത് ഒട്ടും കമ്മിറ്റഡ് അല്ലാത്ത രീതിയിൽ അല്ലെങ്കിൽ വളരെ ഡിസ്റ്റന്റ് ആയിട്ടാണ് ബിഹേവ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഹോട്ട് ആൻഡ് കോൾഡ് ബിഹേവിയർ ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സോ ഇത്തരത്തിൽ ആ വ്യക്തി ഒട്ടും സ്ഥിരതയില്ല. അവർ പ്രകടിപ്പിക്കുന്ന സ്നേഹത്തിലായിക്കൊള്ളട്ടെ, അവർ പറയുന്ന വാക്കുകളിലായിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ അവരുടെ പ്രവൃത്തിയിലായിക്കൊള്ളട്ടെ, വളരെയധികം ഒരു സ്ഥിരതയില്ലായ്മ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ബട്ട് സ്റ്റിൽ നിങ്ങളത് ഇഗ്നോർ ചെയ്യുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി നിങ്ങളെ ആ രീതിയിൽ മാത്രമാണ് ട്രീറ്റ് ചെയ്യുക. അതായത് നിങ്ങളെ നിസ്സാരമായി എടുക്കും, അല്ലെങ്കിൽ അത്ര സീരിയസ് ആയി എടുക്കില്ല എന്ന് മനസ്സിലാക്കാം. ആൻഡ് ഫൈനലി, നിങ്ങളെ സീരിയസ് ആയി എടുക്കാത്തതിന്റെ മറ്റൊരു റീസൺ ആണ് നിങ്ങൾ ഓക്കെ അല്ല ആക്ച്വലി ആ റിലേഷൻഷിപ്പിൽ, ബട്ട് സ്റ്റിൽ നിങ്ങൾ വളരെയധികം കാഷ്വലായി ബിഹേവ് ചെയ്യുന്നു, ഓക്കെ ആണ് എന്ന രീതിയിൽ ബിഹേവ് ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് മറ്റൊരു മിസ്റ്റേക്ക്. നിങ്ങൾക്ക് കമ്മിറ്റ്മെന്റ് ആണ് ആവശ്യം, അല്ലെങ്കിൽ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആണ് ആവശ്യം എന്നുണ്ടെങ്കിൽ സിറ്റുവേഷൻഷിപ്പ് അങ്ങനെയുള്ള കാര്യങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളതാണ്. സോ നിങ്ങൾക്ക് റിലേഷൻഷിപ്പിൽ ഓക്കെ അല്ല, പല കാര്യങ്ങൾ കൊണ്ടും ഓക്കെ അല്ല എന്ന് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ എക്സ്പ്രസ് ചെയ്യുക എന്നുള്ളതാണ്. അതല്ല, ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി ഇഷ്ടപ്പെടണം, ആ വ്യക്തി കമ്മിറ്റ്മെന്റ് എന്ന് പറയുന്ന ഒരു സ്റ്റേജിലേക്ക് എത്തണം എന്നൊക്കെ ഉള്ള ഒരു ഇന്റൻഷൻ വെച്ചുകൊണ്ട് നിങ്ങൾ ഫേക്ക് ആയിട്ടുള്ള ഒരു രീതിയിലാണ് നിൽക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ പല ആവശ്യങ്ങളും നിങ്ങളുടേതായിട്ടുള്ള ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ഉണ്ടായിരിക്കാം. നിങ്ങൾക്ക് എന്താണ് ഒരു റിലേഷൻഷിപ്പ് എന്നുള്ളത് കൊണ്ട് നിങ്ങൾ മീൻ ചെയ്യുന്നത്, നിങ്ങൾക്ക് ആവശ്യം, നിങ്ങൾ ഡിസേർവിംഗ് ആയിട്ടുള്ള ഒരു കാര്യം ഉണ്ടായിരിക്കും. സോ അതെല്ലാം ഫേക്ക് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ അതെല്ലാം ഒഴിവാക്കിക്കൊണ്ട് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി എങ്ങനെയെങ്കിലും എന്നെ സ്നേഹിച്ചാൽ മതി, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ആ ഒരു കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റേജിലേക്ക് എത്തിയാൽ മതി എന്ന ഇന്റൻഷനോട് കൂടി നിൽക്കുന്ന സമയത്ത് പലപ്പോഴും നിങ്ങളുടെ നീഡ്സ് ആൻഡ് വാണ്ട്സ് അവിടെ മനസ്സിലാക്കപ്പെടില്ല എന്നുള്ളതാണ്. മാത്രമല്ല, നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു പേഴ്സണെ ആയിരിക്കില്ല നിങ്ങൾ സ്വാഭാവികമായിട്ടും അട്രാക്ട് ചെയ്യുന്നത്. സോ റിലേഷൻഷിപ്പിൽ ഓക്കെ അല്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഓക്കെ അല്ല എന്നുള്ളത് തന്നെ എക്സ്പ്രസ് ചെയ്യുക. പകരം കാഷ്വലായി, അല്ലെങ്കിൽ വളരെ ഓക്കെ ആണ്, എല്ലാം കൊണ്ടും ഓക്കെ ആണ് എന്ന രീതിയിൽ ബിഹേവ് ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്യുക. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ആ റിലേഷൻഷിപ്പ് ഗെയിൻ ചെയ്യാനോ അല്ലെങ്കിൽ ഏൺ ചെയ്യാനോ അല്ല അവിടെ സാധിക്കുക. പകരം നിങ്ങൾക്ക് നിങ്ങളെ തന്നെ നഷ്ടപ്പെടുന്ന രീതിയിലായിരിക്കാം. ലൈക്ക് യു ലൂസ് യുവർ സെൽഫ് എന്നുള്ളതാണ്. ബിക്കോസ് നിങ്ങളുടെ ഹാപ്പിനെസ്, നിങ്ങളുടെ എനർജി എല്ലാം അവിടെ ഇൻവെസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട് ഒരു റിലേഷൻഷിപ്പിലേക്ക്. സോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലൂസ് ചെയ്യാൻ തുടങ്ങും. സോ നിങ്ങൾ ഓക്കെ അല്ല എന്നുണ്ടെങ്കിൽ ഓക്കെ അല്ല എന്നുള്ളത് തന്നെ എക്സ്പ്രസ് ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കേസിൽ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ്
നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തി അല്ലെങ്കിൽ നിങ്ങൾ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയി കാണുന്ന ആ ഒരു വ്യക്തി നിങ്ങളെ അത്ര സീരിയസ് ആയി ട്രീറ്റ് ചെയ്യാത്തതിൻ്റെ പ്രധാനപ്പെട്ട റീസൺ ആയിട്ട് വരുന്നത്. സോ ഇതിൽ പറഞ്ഞ ഏതെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ ആസ് എ മിസ്റ്റേക്ക് എന്ന രീതിയിൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുന്നത് നന്നായിരിക്കും. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ് എന്ന് വിചാരിക്കുന്നത്. യൂസ്ഫുൾ ആണെങ്കിൽ മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. എനിവേസ് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്